ഹായ് ഫ്രണ്ട്സ് ഡയറക്റ്റ് പോവാം. ജിമ്മിന് വന്ന് മണ്ഡപത്തിരുന്ന് ഹീറോയിൻ്റെ മമ്മി ഡാഡിക്ക് ഷോക്കായി. എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് കീർത്തി പറയാം, സാർ അവരിരിക്കട്ടെ മണ്ഡപത്തിൽ, സാറില്ല, അവർ നല്ല മനുഷ്യനാണ്, അവരെടുക്കട്ടെ, നമ്മളെ കമ്പനി ബോസാണ്, അതൊക്കെ റിച്ച് അല്ലേ, സാറില്ല ഇരിക്കട്ടെ അവർ പറഞ്ഞു. ശരി, നല്ല ചെക്കനാണെന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന്. താലി ഇങ്ങനെ മാറ്റം പോയായിരുന്നു, എല്ലാവരും ആശീർവാദം വേഗം താലി പോയത്. അപ്പോഴാണ് പോലീസ് വന്നത്, സ്റ്റോപ്പായി. എൻ്റെ ഒരു പെൺ താലി കൊണ്ട് ഇപ്പം ആശീർവാദം വാങ്ങിയിട്ട് വന്ന് പറഞ്ഞു. ഇപ്പം എല്ലാവരും ആശീർവാദം. ജിമ്മിൻ്റെ കൈക്ക് താലി വന്നു, ജിമ്മിൻ കെട്ടി. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഇടി വീണ എനിക്ക് ഹീറോയ്ക്ക്. മാരേജ് നടന്നു, ഫുൾ മാരേജ് നടന്നു. നന്നായിട്ട് മാരേജ് നന്നായിട്ട് നടന്നപ്പോൾ ബാക്കി ചടങ്ങ് മൊത്തം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ ചടങ്ങ് ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിലുള്ളത് വീട്ടിലായിരുന്നത് ചാക്കായിരുന്നു വീട്ടിൽ. കീർത്തി പറയാം, കീർത്തിൻ്റെ അമ്മയെ കേട്ടായിരുന്നു. ബോസ് പറഞ്ഞതാ, വലിയ ബിസിനസ് മാൻ. എൻ്റെ ജിമ്മിൻ്റെ ഫോട്ടോസെല്ലാം കാട്ടി ഇങ്ങനെയാണ് ഇതാണ് പറഞ്ഞത്. ഹീറോയിൻ്റെ അമ്മയ്ക്ക് ഡാഡിക്ക് ഷോക്കായി. ഇവൻ ഇത്ര റിച്ച് ഇല്ല, സാർക്ക് മാരേജ് ആയിട്ട് സിംഗിളാണ്. അത് മാത്രമല്ല, ഞാൻ കുറേ കുറി നോക്കിനേ ഹീറോയിൻ്റെ പുറകെ സൈറ്റ് അടിക്കാൻ കുറേ കുറി നോക്കിയിരുന്നു. കീർത്തി നടന്ന കാര്യം പറഞ്ഞു. ഓ അങ്ങനെയാണ്, ലവ് ചെയ്യാണോ? അതെ, അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. ജിമ്മിൻ കോൾ ചെയ്ത് വീട്ടിൽ എല്ലാവരോടും പറഞ്ഞായിരുന്നു ഇന്ത്യ സൈസ് മാരേജ് ആയി. ജിമ്മിന് മമ്മി ഡാഡിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരിടാ, മാരേജ് കഴിച്ചല്ലേ, ഇന്ത്യ സൈസ് മാരേജ് അല്ലേ കഴിച്ചത്, ഇനി ഇവിടെ വന്ന് മാരേജ് കഴിക്കണമെന്ന് ജിമ്മിന് മമ്മി ഡാഡി പറഞ്ഞു. ഓക്കെ മോം എന്ന് ജിമ്മിന് പറഞ്ഞായിരുന്നു. ഇപ്പം ജിമ്മിന് മമ്മിയും എല്ലാം ശരി, ഓക്കെ, എല്ലാം പ്ലാൻ ചെയ്യാം എന്ന് ജിമ്മിൻ്റെ മമ്മിയോട് പ്ലാനിങ് എല്ലാം പ്ലാൻ ചെയ്യായിരുന്നു ജിമ്മിൻ്റെ മമ്മി. അങ്ങനെ ഹീറോയി ഇങ്ങനെ പാലെടുത്തോണ്ട് അകത്ത് വന്നു. ജിമ്മിൻ ഹീറോയിനെ നോക്കായിരുന്നു മേലെ. ഇത് ബാത് ലോക്ക് ചെയ്ത് ജിമ്മിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, സാർ നിങ്ങൾ തന്നെ സാർ എന്നെ മാരേജ് കഴിച്ചത്, പാല് കുടിച്ചോ, ഈ പാല് കുടിച്ചോ എന്ന് പറഞ്ഞു. സാർ എനിക്ക് വേണ്ട, നീ ഫുൾ കുടിച്ച് കഴിഞ്ഞ് ഇരുന്നൂടാ എന്ന് പറഞ്ഞു. ജിമ്മിന് പറഞ്ഞു, അത് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, ഇപ്പോൾ നീ കിടന്ന് ഉറങ്ങിക്കോ, നമ്മൾ കുറച്ച് നാൾ ഇവിടെ ഇരിക്കാം, പിന്നെ നമുക്ക് കുറേയൊക്കെ പോകുന്നുണ്ട് പറഞ്ഞു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി, നീ കിടന്ന് റെസ്റ്റ് എടുത്തു എന്ന് ജിമ്മിൻ പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ നന്നായിട്ട് രണ്ടുപേരും കിടന്ന് ഉറങ്ങി. എന്നിട്ട് രാവിലെ ആയി. ഹീറോയിൻ കുളിച്ചിട്ട് ഫ്രഷായി. ജിമ്മിന് ഓർഗന കണ്ട്, ഓഹോ എല്ലാവരും പറഞ്ഞാൽ ശരിയാ, ഓഫീസിലെ എല്ലാ ഗേൾസൊക്കെ ജിമ്മിന് മേലെ കണ്ണ്, ഭയങ്കര ക്രഷാണ്, ഭയങ്കര ഹാൻഡ്സമാണ് എല്ലാവരും പറയാൻ. ഹീറോയിൻ മനസ്സിലിരിക്കുക, പറഞ്ഞ ശരിയാ, ഇവളെത്ര ഹാൻസം, എന്നെ ഇഷ്ടപ്പെട്ടോ, എങ്ങനെയത് എന്ന് ഹീറോയ്ക്ക് കൺഫ്യൂസായി. അങ്ങനെ ഹീറോയെ കുളിച്ച് ഫ്രഷായിട്ട് വന്നു. അങ്ങനെ ജിമ്മിന് കുളിക്കാൻ പോയായിരുന്നു. കുളിച്ചിട്ട് തട്ട എടുത്ത് വന്നു. ഹീറോ തിരിഞ്ഞു നോക്കി. ജിമ്മിൻ കേട്ടോ, എന്ത് പറ്റി? ഇല്ല, നിങ്ങൾ ഇപ്പം ഹസ്ബൻഡ് വൈഫാ, ഇപ്പം പ്രശ്നം എന്താ? അതൊന്നുമില്ല, ഞാൻ കോഫി വെച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് വാ, താഴെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഒറ്റ പറഞ്ഞു. ജിമ്മിൻ സ്മക്ക് ചെയ്ത് ചിരിക്കാൻ തുടങ്ങി. ഇവിടെ ഒരു കാര്യം, അങ്ങനെ കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് വെളിയിൽ വന്നു. അങ്ങനെ എല്ലാവർക്കും കൂടെ ഫുഡെല്ലാം കഴിച്ചു. ഷോർട്ട് ഡ്രസ്സാണ്. ജിമ്മിൻ പറഞ്ഞു, ശരി, ഓക്കെ. അങ്ങനെ വീട്ടിൽ ബാക്കി ചടങ്ങുകളെല്ലാം നടന്നു. ജിമ്മിൻ വെളിയിൽ കുറച്ച് ഫാമിലീസ് എല്ലാം വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഫാമിലീസ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. നാളെ വരാൻ പോകുന്നത് പറഞ്ഞു, നൈറ്റ് വരും നൈറ്റ് പറഞ്ഞായിരുന്നു. നാളെ കുറച്ച് ആൾ വരും പറയായിരുന്നു. ജിമ്മിൻ ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ മമ്മിയുടെ ഫ്രണ്ട്സ് ദൂരം ഉള്ളത്, അവരെല്ലാം വരാൻ പോകുന്നത്, ഡാഡി ഫ്രണ്ട്സെല്ലാം വരുന്നു പറഞ്ഞായിരുന്നു. അങ്ങനെ ജിമ്മിന് പോയിട്ട് എല്ലാവരോടും സംസാരിച്ചു. കാണാനുള്ള ചന്തമുണ്ട് എല്ലാവരും ബോയ്സ് പറഞ്ഞു. ഇപ്പം നൈറ്റ് ഹീറോയിൻ കിടന്നുറങ്ങി. രാവിലെ ആകുമ്പോൾ കുറച്ച് ഫാമിലീസ് ജിമ്മിൻ ഫുൾ കാർ ഡ്രസ്സ് ഇട്ട് വന്നു. അവരോട് എല്ലാവരോടും സംസാരിച്ചു. ജിമ്മിനും ഹീറോയിൻ ലാംഗ്വേജ് മലയാളം നന്നായിട്ട് അറിയും. ഓൾറെഡി ജിമ്മിൻ പഠിച്ചായിരുന്നു. നല്ല ബുദ്ധിശാലിയാണ്. എല്ലാ ലാംഗ്വേജും എനിക്ക് വേഗം മനസ്സിലാവും. അതുമാത്രം ഒരു പവറും. ജിമ്മിൻ പറയാൻ തുടങ്ങി, ഷോപ്പിംഗ് പോകാൻ. അവർ പോയായിരുന്നു ഹീറോയിനെ കൂടി ഷോപ്പിംഗ്. എന്തെല്ലാം സാധനങ്ങൾ വേണോ? ജിമ്മിൻ ചെറിഞ്ഞു. ഓക്കെ. ജിമ്മിൻ ഇപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ടിനോട് കേട്ടായിരുന്നു, ഡ്രസ്സിന് അളവ് പറയായിരുന്നു. ശരി, ഓക്കെ സാർ എന്ന് ലിഫ്റ്റ് മൊത്തം ചീട്ട് അയച്ചായിരുന്നു, അതിലേറിയായിരുന്നു. ശരി, ഹീറോയ്ക്ക് വേണ്ടി സാരി വാങ്ങാൻ പോയി. ഹീറോയിനോട് പറഞ്ഞു, ഇന്നസ് വാങ്ങിക്കോന്ന്. ഇന്നസിൻ്റെ ഷോപ്പിൽ അവിടെ സിറ്റി സെൻറ്ററിലാണ്. ഹീറോയിൻ നഴ്സെല്ലാം വാങ്ങി. എവിടെ ഉള്ളത്? ജിമ്മിനെ തേടായിരുന്നു. ജിമ്മിന് കാണുന്നില്ല. ശരി, ജിമ്മിന് വരും, ഇവിടെ ഇരിക്കാൻ പറഞ്ഞായിരുന്നു. അവർ ഐസ്ക്രീം ഷോപ്പിലിരുന്നു. ജിമ്മിന് പറഞ്ഞാൽ ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട് അവിടെ ഇരുന്നു, ഞാൻ വരാമെന്ന്. ഫുള്ള് ഡ്രസ്സ് ഓർഡർ. ജിമ്മിന് ഫുൾ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു. നോക്ക്, ഫുള്ളുണ്ട്. ഫുൾ സാധനം എടുത്തുകൊണ്ട് ജിമ്മിന് വന്നു. കാറിൽ വെച്ചിട്ട് ഹീറോയിനെ തേടിയാണ് വന്നു. നോക്കുമ്പോൾ ഐസ്ക്രീമിനോട് ഷോപ്പിനോട് ഫോൺ ഇതാക്കിയോണ്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടായിരുന്നു ജിമ്മിൻ. ശരി, ഓക്കെ. ബാക്കി ഡ്രസ്സെന്നെല്ലാം
ജിമിൻ പറഞ്ഞു വാ പോവാന്ന് പറഞ്ഞു. എന്താ നീ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞോ? എനിക്ക് വേണ സാധനം മേങ്ങിയോ? ആ ഐസ്ക്രീം എവിടെ ഇരുന്നോ? അതാ ഇല്ല, ഞാൻ കുറച്ച് കാശ് തന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഷോപ്പിംഗ് ചെയ്തായിരുന്നു. എന്തെല്ലാം വാങ്ങിയായിരുന്നു? ഇല്ല, മമ്മിക്ക് വേണ്ടി ഡാഡിക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിയതാ. ഓ ഡ്രസ്സ് വാങ്ങിയതാ, ശരി ഓക്കെ എന്ന്. ജിമ്മിന് ഹീറോയ്ക്ക് വേണ്ടി നിറയെ സാധനം വാ എൻ്റെ കൂടെ വന്ന് ബാക്കിയെല്ലാ സാധനം ഹീറോയ്ക്ക് ചെരുപ്പ് അതെല്ലാം ഫുൾ ഡ്രസ്സെല്ലാം വാങ്ങിയായിരുന്നു. ജോലി സാധ്യതല്ല. ഇപ്പം നമുക്ക് ഹീറോയ്ക്ക് നിനക്ക് മേക്കപ്പ് ഒന്ന് വേണം. എനിക്ക് വേണ്ട, ശരി എനിക്ക് ലിഫ്റ്റിക്ക് ഇവിടെ ഇന്ത്യകൾ കുറച്ച് സാധനങ്ങൾ സോപ്പ് ഏത് വേണം എല്ലാ സോപ്പ് എടുത്തു എന്ന് പറഞ്ഞു. ഹീറോയി പറഞ്ഞു സോപ്പ് അത് നിന്ന എന്ന് പറഞ്ഞു. മൊത്തം സാധനം വാങ്ങി എല്ലാ വണ്ടിയിലെട്ടി കൊണ്ടുപോയി. ശരി ഓക്കെ. വീട്ടിലേക്ക് വന്ന ഹീറോയിന് മമ്മിക്ക് വേണ്ടി ജിമ്മിന് ഡ്രസ്സ് വാങ്ങിയായിരുന്നു. ഹീറോയിന് മമ്മിക്ക് ഡാഡിക്ക് ഇതാക്കി ഡ്രസ്സ് എന്നും അപ്പോഴെങ്കിലും ഡ്രസ്സ് സാരമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹീറോയി പറഞ്ഞു മോം നിങ്ങൾക്ക് വേണ്ടി. ശരി ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് നാൾ അവിടെ കറങ്ങി. ഇപ്പോൾ ഇന്ത്യയിൽ അവർ കൊറിയക്ക് പോകുന്ന വീട്ടിലേക്ക് കയറിയായിരുന്നു. ഹീറോയി പറയായിരുന്നു ഇവിടെ വെച്ചിട്ടാ ഫ്രണ്ട് കൂടെ വന്ന ഫ്രണ്ട് പോയിട്ട് അവിടെ മിണ്ടാതെ കിടന്നു ഉറങ്ങായിരുന്നു. കീർത്തി പറയാം നിങ്ങൾ കിടന്നുറങ്ങിക്കോ എനിക്ക് കണ്ടുകാതെ പോയായിരുന്നു കീർത്തി അതൊന്നുമില്ല പോടിയായിരിക്കാന്ന് കീറി കണ്ടുകാതെ കണ്ടുകാതെ പോയിട്ട് ഇരുന്ന് കണ്ടാതായിരുന്നു. ശരി ഒരു ഗേൾ ഉണ്ടായിരുന്നു. ഹലോ എന്ന് പറഞ്ഞ് ഭയങ്കര വെറുപ്പിയെത്തിയായിരുന്നു. കീർത്തിക്ക് ടെൻഷനായി. പെണ്ണൊക്കെ ഒരു ലൂസ് അങ്ങനെ ഹീറോയി എങ്ങനെയായിട്ട് കൊറിയൊക്കെ എത്തി. ഫ്രണ്ട് പറയാം മച്ചേ ഞാൻ വീട്ടിലേക്ക് പോവാം, നീ വീട്ടിലേക്ക് പോയിക്കോന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ജിമ്മിൻ്റെ മമ്മീനെ ഇങ്ങനെ ജിമ്മിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ജിമ്മിൻ്റെ മമ്മിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി ഓക്കെ ആയിരുന്നു. ഇപ്പം നിങ്ങളൊക്കെ തിരിക്കണ്ട, നിങ്ങൾക്ക് അതിന് മാരേജ് ഉണ്ട് കുറേ സൈസ് അപ്പോഴും മാരേജ് എപ്പോൾ മാരേജ് പറഞ്ഞു. പറഞ്ഞു ഹീറോയിന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ജിമ്മിൻ പറഞ്ഞു ശരി ഓക്കെ. ഹീറോയിന് ഫ്രണ്ട് പറഞ്ഞു എടി മച്ചൻ എനിക്ക് മാരേജ് ഇല്ലടി കുറച്ച് ദിവസം കഴിഞ്ഞ് മാരേജ്. അങ്ങനെ കൊറിയ സൈസ് മാരേജ്. ഹീറോയിൻ്റെ മമ്മി ഡാഡി ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെ കൊറിയ സൈസ് മാരേജ് നടന്നു. ഹീറോയിൻ്റെ മമ്മി ഡാഡി പറയായിരുന്നു ഞങ്ങൾ പോവാം. എന്താ മോം പറയാം? ഇല്ല മോളെ കുറച്ച് നാൾ ഇരിക്കാൻ പറഞ്ഞാൽ പ്ലീസ് മോം എന്ന് പറഞ്ഞു. ശരി കുറച്ച് നാൾ അവിടെ ഹീറോയിൻ